Get set chat. Get set chat. Welcome back to Malabar Gold and Diamond Get Set Chat and we are in conversation with നമ്മുടെ സ്വന്തം അബീക. ഓക്കെ, ചേട്ടന് വേണ്ടിയിട്ടുള്ള അടുത്ത ക്യാരക്ടർ അവിടെ ടി വിയിൽ റെഡി ആയിട്ട് നിൽപ്പുണ്ട് ചേട്ടനോട് സംസാരിക്കാനായിട്ട്. ഹായ് അബീക, നമസ്കാരം. ഞാൻ പ്രശാന്ത് കാഞ്ഞിരമറ്റം. അബീക്കയുമായിട്ട് എനിക്ക് ആദ്യമായിട്ട് പരിചയപ്പെടാൻ ഒരു അവസരം കിട്ടുന്നത് ഒരു ഫോൺ കോളിലൂടെയാണ്. അബീക്കയ്ക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം ഞാനും നമ്മെ ഈ അടുത്ത കാലത്ത് വിട്ടുപിരിഞ്ഞു പോയ പ്രിയപ്പെട്ട അഭിനേത്രി ശ്രീമതി കൽപ്പന ചേച്ചിയും കൂടി അവതരിപ്പിച്ചിരുന്നൊരു ടി വി പ്രോഗ്രാം കണ്ടിട്ടാണ് അബീക്ക എന്നെ ഇങ്ങോട്ട് ഫോൺ ചെയ്തു. സത്യം പറഞ്ഞാൽ അന്നത്തെ കാലത്ത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം അബീക്കയെ പോലത്തെ ഒരാൾ എന്നെ വിളിക്കുക, അപ്പോൾ എന്നെ വിളിച്ചിട്ട് ആ പ്രോഗ്രാമിനെക്കുറിച്ച് കുറേ നല്ല വശങ്ങൾ പറയുകയും ആ പ്രോഗ്രാം നന്നാക്കാൻ വേണ്ടി കുറച്ച് നല്ല കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുപദേശിച്ച് തരികയൊക്കെ ചെയ്തു. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു അവാർഡായിരുന്നു. കാരണം അരമണിക്കൂറോളം അബീക്ക ഞാനോട്ട് സംസാരിച്ചു. സത്യം പറഞ്ഞാൽ അന്ന് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. കാരണം വെച്ചതിന് ശേഷം ഞാൻ പിന്നീട് ഫോൺ നമ്പറൊക്കെ നോക്കി പലരോടും ചോദിച്ചു, അബീക്ക തന്നെ അല്ലേ, ഒറിജിനൽ അബീക്ക തന്നെയാണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പിന്നീട് പല സന്ദർഭങ്ങളിലും അബീക്കയായിട്ട് കൂടുതൽ അടുക്കാനുള്ളൊരു അവസരം കിട്ടി. പക്ഷെ ഞാൻ എപ്പോഴും അബീക്കയെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ അബീക്കയിലൂടെ ഞാൻ കാണുന്നത് നമ്മുടെ മലയാള സിനിമയുടെ സൂപ്പർ മെഗാസ്റ്റാർ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണ്. കാരണം മമ്മൂക്കയും അബീക്കയും തമ്മിൽ പേഴ്സണലായിട്ടും അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിലും നിങ്ങളുടെ അപ്പിയറൻസിലൊക്കെ ഒരുപാട് സാമ്യതകളുണ്ട്, പ്രത്യേകിച്ച് സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ. കാരണം പണ്ട് കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അബീക്കയും മമ്മൂക്കേനെയൊക്കെ കണ്ടതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും നിങ്ങളിരിക്കുന്നത്. കാരണം നിങ്ങളുടെ സൗന്ദര്യം കൂടിയിട്ടുള്ളതല്ലാതെ കുറഞ്ഞിട്ടില്ല, അതുപോലെ പ്രായം കുറഞ്ഞു വരുന്നതല്ലാതെ കൂടി വരുന്നില്ല. അത്രയ്ക്ക് ആ ഒരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്, രണ്ട് മഹാപ്രതിഭകളാണ് അബീക്കയും മമ്മൂക്കയും. അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തിൽ ആവശ്യമില്ലാതെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ് നിങ്ങൾ രണ്ടുപേരും. കാരണം അല്ലെങ്കിൽ ജാടയാണ്, അതല്ലെങ്കിൽ ഭയങ്കര കർക്കശ സ്വഭാവക്കാരാണ്, ദേഷ്യക്കാരാണ്, എന്തും തുറന്നടിച്ച് പറയുന്ന പ്രകൃതക്കാരാണ് എന്നൊക്കെ ഒരുപാട് ആവശ്യമില്ലാത്ത ആരോപണങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മമ്മൂക്കയെ പോലെ തന്നെ അബീക്കനെയും അടുത്തറിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത്രയും നിഷ്കളങ്കരായ അല്ലെങ്കിൽ വളരെ നന്മ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളാണെന്നുള്ളത്. പ്രത്യേകിച്ച് അബീക്കയെക്കുറിച്ച് കൂടുതൽ ഞാൻ അടുത്തറിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഒന്നുമല്ല സത്യം എന്നുള്ളത് മനസ്സിലാക്കപ്പെട്ടു. അബീക്ക വളരെ നിർമ്മലമായൊരു ഹൃദയമുള്ള ഒരാൾ, അല്ലെങ്കിൽ മനസ്സിൽ ഒരുപാട് നന്മ കാത്തു സൂക്ഷിക്കുന്ന ആൾ, വളർന്നു വരുന്ന കലാകാരന്മാരെ വളർത്തിക്കൊണ്ടുവരാൻ ഒരുപാട് പ്രയത്നിക്കുന്നൊരു വ്യക്തി, എല്ലാവരോടും വളരെ സ്നേഹത്തോടെ മാത്രം പെരുമാറുന്ന ഒരു അബീക്കയെ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്കറിയാവുന്ന ഒരു അബീക്ക അതാണ്. അബീക്കയുടെ ഈ ഒരു സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമുള്ളൂ. എനിക്കിഷ്ടപ്പെട്ട ഒരു സ്വഭാവത്തിനുടമയാണ് അബീക്ക. പക്ഷേ അവനവനോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ അവനവൻ്റെ സ്വഭാവത്തോട് അവനവൻ ഒരു പ്രതികരണം ഉണ്ടാക്കിയാൽ പലപ്പോഴും നമ്മുടെ സ്വഭാവത്തിൽ ഇഷ്ടപ്പെടാത്തതായിട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഉണ്ടാവും. അങ്ങനെ അബീക്കയുടെ സ്വഭാവത്തിൽ സ്വന്തമായിട്ട് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്ന് അറിയാൻ ഒരു താല്പര്യമുണ്ട്. ഇഷ്ടപ്പെടാത്ത സ്വഭാവം പറയണം അല്ലേ? പ്രശാന്ത് ഏട്ടൻ അങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഉത്തരം പറഞ്ഞേ പറ്റത്തുള്ളൂ. നമുക്കാണെങ്കിൽ ചോദ്യം മാറ്റി ചോദിക്കാൻ പോലും പറയാൻ പറ്റത്തില്ല, ടി വി ലൈവ്. ഇഷ്ടപ്പെടാത്ത സ്വഭാവം എന്ന് പറഞ്ഞാൽ നീതിയുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. അത് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാൻ പാടില്ല അങ്ങനെ ഒരു സ്വഭാവം. അല്ല ആ സ്വഭാവമാണ് എൻ്റെ പരാജയത്തിൻ്റെ ഒരു മുഖ്യ. ഇപ്പം ഞാൻ ചെറുപ്പത്തിലെ തന്നെ ഞാൻ അറിയാതെ സംഭവിച്ചു പോയ സ്വഭാവമാണത്. പക്ഷെ അത് നല്ല സ്വഭാവമല്ലേ? അല്ല, അതുകൊണ്ട് എനിക്ക് ഒരുപാട് അപകടങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു വലിയ നീണ്ട കഥകൾ, എൻ്റെ ജീവിതം മുഴുവൻ പറയാനുള്ള കഥകൾ അതിനകത്തൂടെ കണക്ട് ചെയ്തിരിക്കുക. ഇപ്പോൾ വളരെ കുഞ്ഞു പ്രായത്തിൽ ഈ പാത്രക്കാരണ്ണാച്ചിമാർ വരും, അവിടെ നിന്ന് പാത്രമൊക്കെ മേടിക്കണം വീട്ടിൽ. അപ്പോൾ ഈ വില പേശുമൊക്കെ ചെയ്യും, വീട്ടുകാർ വില പേശുമ്പോൾ എപ്പോഴും ഞാൻ ഈ അവരുടെ ഭാഗവും പറയും. അവിടെ വന്ന് നിന്ന് കൊച്ചു പയ്യനാണ്, അത്രയും കൊടുക്കുന്നത്, അത്രയും വിലയുണ്ട്. എനിക്കിങ്ങനെ ശരിയെന്ന് തോന്നണത് ഞാനിങ്ങനെ പറഞ്ഞളയും. അപ്പോൾ നമ്മൾ ആരാണ്, വളരെ അടുത്ത ആളുകളാണെങ്കിലും നീ ചെയ്ത് അത്ര ശരിയായില്ല, അത് അവൻ പറയുന്നതിലും കുറച്ച് കാര്യമുണ്ട്. ഇങ്ങനെ ഞാൻ അറിയാതെ പറഞ്ഞ് എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ എന്നെ ശത്രുവാക്കി തുടങ്ങി. അപ്പം ഞാൻ പുറത്തുള്ളവരാ ശത്രു എന്ന് കരുതി അകത്തോട്ട് വരുമ്പോൾ അകത്തുള്ളവരും ശത്രുവാകും. കാരണം അവരെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്, അവരെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ നീതിയുടെ കൂടെ നിന്ന് അപ്പം സത്യം പറയുക എന്ന് പറയുന്നത് വലിയൊരു തെറ്റാണ്. അപ്രിയ സത്യങ്ങൾ പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞ് കേട്ടിരിക്കുന്നത്. പിന്നീട്
ഈ അപ്രിയ സത്യങ്ങൾ കുറച്ചാലും നമ്മളറിയാതെ തന്നെ സത്യത്തിൻ്റെ ഭാഗത്തോട്ട് നീങ്ങി നിൽക്കും. അതല്ലേ സത്യം. ഇപ്പം ഞാൻ ചെയ്തത് തെറ്റാണെങ്കിലും ഞാനങ്ങ് പറയും, ഞാൻ അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം ഞാൻ എൻ്റെ ഭാഗത്തു നിന്നാണ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ചിലപ്പോൾ കിട്ടേണ്ട അവസരം ആയിരിക്കും നഷ്ടപ്പെടുന്നത്. അതൊക്കെ നഷ്ടപ്പെടുത്തും ഞാൻ തന്നെ കൂടെ ഏറ്റു പറഞ്ഞേക്കും. ഇപ്പോൾ എൻ്റെ തെറ്റാണ്, മറ്റുള്ളവരുടെ തെറ്റാണ്, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അത് ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ അത് അത്ര ചേർന്ന സ്വഭാവമല്ല. അപ്പൊ അത് ഇപ്പം കുറച്ചു കാലം കഴിഞ്ഞ് അത് മനസ്സിലാക്കിയപ്പോൾ മാറ്റാൻ പറ്റില്ല. ഈ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. കാരസ്കരത്തിൻ കുരുപാലിലിട്ടാൽ കാലാന്തരെ കയ്പു ശമിപ്പതുണ്ട്. കാരസ്കരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? കാരസ്കരം മറ്റേ പാവയ്ക്കല്ലേ കാരസ്കരം? കാഞ്ഞിരം. അപ്പൊ രണ്ടാമത്തെ കാര്യം, എബിച്ചേട്ടൻ രണ്ട് കാര്യമാണ് ചോദിച്ചത്. എബിച്ചേട്ടനിൽ ഇഷ്ടമില്ലാത്ത രണ്ട് കാര്യം. രണ്ട് കാര്യം ചോദിച്ചോ? ആ, രണ്ടെണ്ണം ചോദിച്ചു. അങ്ങനെയൊക്കെ ചോദിച്ചു. അതിന്റെ കാര്യമൊന്നുമില്ലല്ലോ. ശരിയാ, ആക്ച്വലി ഈ ഒരു കാര്യം തന്നെ ഒരു 10 കാര്യത്തിനുള്ള അത്രയുണ്ട്. പിന്നെ അത്രയും വലിയൊരു പോയിന്റ് ആണ്, എസ്പെഷ്യലി ഈ ഒരു ഇൻഡസ്ട്രിയിൽ. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ, എൻ്റെ സ്വഭാവത്തിൽ ഇഷ്ടമില്ലാത്തത്, ഞാൻ ഈ പ്രതികരണശേഷി എനിക്ക് കൂടുതലാണ്. പ്രതികരിക്കും. അതിപ്പോൾ എന്ത് കണ്ടാലും പ്രതികരിക്കും. എന്നുവെച്ചാൽ ഒന്നിൽ പുറത്തോട്ട് വന്നില്ലെങ്കിലും അകത്ത് കിടന്ന് ബ്ലഡ് തിളയ്ക്കും. എന്നാൽ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും അല്ല. പക്ഷേ ഇപ്പം നിങ്ങൾ ഏത് തരത്തിലുള്ളപ്പോൾ ഒരു വികാരം അല്ലെ എന്ത് സംഭവിച്ചാലും എല്ലാത്തിനും ഒരു നിഷ്കളങ്കമായ പ്രതികരണം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അറിയാതെ സംഭവിച്ചു പോകുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ബഷീർ എന്ന് പറഞ്ഞ പുള്ളി. ഭയങ്കര തമാശയാണ് പുള്ളി. ഇപ്പം ഞാൻ പ്രേം നസീറിനെ സ്റ്റേജിൽ നിന്ന് കാണിക്കുകയാണെങ്കിൽ അവിടെ കാണിക്കുന്ന സമയത്ത് പുള്ളി സൈഡിൽ നിൽപ്പുണ്ടാവും സ്റ്റേജിൻ്റെ, ബഷീർ. അപ്പം ഞാൻ പ്രിയമുള്ള എൻ്റെ നാട്ടുകാർ എന്ന് പറയുമ്പോൾ പുള്ളി അറിയാതെ, നല്ല കലാകാരന്മാർക്ക് അങ്ങനെ ഉള്ള സംഭവം ഒന്നും കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, എനിക്കും ഈ പ്രതികരണം അത് ഫേഷ്യലായിട്ട് കാണിക്കുകയല്ല, പക്ഷെ ഉള്ളിൽ ഇതിൽ കൂടുതലാണ്. അപ്പം ആ പ്രതികരണം നല്ലതല്ല എന്ന് ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞു. അങ്ങനെ പ്രതികരിക്കാനോ ഇപ്പം നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യം പുറത്തോട്ട് വിടാനോ ഉള്ളതല്ല. അത് നമ്മൾ ഈ ഫീൽഡിൽ നല്ലതല്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ലോല മനസ്കനാണ് ഞാൻ. ഈ കാണുന്ന ബഹളവും കാര്യങ്ങളൊക്കെ വിട്ടാൽ വളരെ കുഞ്ഞാണ്. അതുകൊണ്ടാണ് പ്രായമാവാത്തത്. ഒത്തിരി കലാകാരന്മാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അവരെ ഇൻഡസ്ട്രിയിലോട്ട് വരാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ദിലീപേട്ടനെ അഭിചേട്ടനല്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നത്? ദിലീപ് നമ്മള് കുറെ സ്ഥലത്തൊക്കെ നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ, എനിക്കന്ന് പറ്റുന്നിടത്തിലൊക്കെ ഞാൻ എല്ലാവരെയും, ദിലീപ് മാത്രമല്ല ഒരുപാട് ആളുകളെ നമ്മൾ അന്നൊക്കെ നമ്മളൊരു ജ്യേഷ്ഠൻ അനിയൻ എന്നുള്ളൊരു രൂപത്തിലാണ് ഞാൻ കാണുന്നത്. ഞാനൊരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ആളാണല്ലോ. അപ്പോൾ മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് സഹായിക്കാൻ പറ്റുന്നിടത്തിലൊക്കെ നമ്മൾ ഒരല്പം പോലും പിശുക്ക് വിചാരിക്കാതെ. പിന്നെ എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, എൻ്റെ കൂടെ നിൽക്കുന്നവർ എനിക്ക് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് ബാക്കിൽ നിർത്താം. ഇപ്പം നായകന്മാരൊക്കെ അങ്ങനെയാണല്ലോ, നായകൻ ഫ്രണ്ടിൽ നിൽക്കുക, ബാക്കിൽ ഒരു സ്റ്റെപ്പ്. ഞാൻ എൻ്റെ കൂട്ടുകാരെ ഒന്നിച്ച് നിർത്തുമായിരുന്നു. അതൊക്കെ പിന്നീട് തെറ്റായിപ്പോയെന്ന് പലരും എന്നോട് പറഞ്ഞു. പക്ഷെ ഞാനത് കാര്യമാക്കിയിട്ടില്ല. ഇപ്പോഴും എൻ്റെ കൂടെ വളരെ ജൂനിയറായിട്ടുള്ള ആളുകളാണ് വരുന്നത്. അപ്പോഴേയും അവർക്കും ഞാനൊരു സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രോഗ്രാംസൊക്കെ അവതരിപ്പിക്കുക. അപ്പം ഞാൻ ആലോചിക്കും, ഞാനും ഇതുപോലെ വന്നപ്പോൾ ആരെങ്കിലും ഇതുപോലെ ഒരു സ്പേസ് തന്നുകൊണ്ടാണല്ലോ നമ്മൾ നിന്നത്. സൈന്യത്തിനകത്ത് ചേട്ടനും വിക്രമും എല്ലാവരും ഇല്ലായിരുന്നോ? വിക്രമിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിക്രമിൻ്റെ കൂടെ അഭിനയിച്ച് വിക്രമിനെ അറിയാനും, വിക്രമുമായിട്ട് ഫ്രണ്ട്സാണോ ഇപ്പോഴും? ഇല്ല, വിക്രം അന്ന് എന്നെ ഭയങ്കര ഇഷ്ടം. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നു ഏറ്റവും വലിയ കമ്പനി അന്ന് ആ സമയത്ത്. അതിനുശേഷം ഇവിടെ വരുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്. പിന്നെ പുള്ളി സ്റ്റാറായി പോയി കഴിഞ്ഞാൽ പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ, ബിസി ആയി. പിന്നെ അങ്ങനെ ഞാൻ കുറേ ട്രൈ ചെയ്തു പുള്ളീനെ കിട്ടാൻ വേണ്ടി. പിന്നെ കുറേ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പിന്നെ മടുത്തു. ഇനിയിപ്പോൾ
അന്ന് വിചാരിച്ചിരുന്നു ഇങ്ങനെ വിക്രം അന്ന് കൂടെ നടന്ന് കളിച്ച് ചിരിച്ച് നടക്കുന്ന വിക്രം ഇത്രയും ഭയങ്കര ഒരു സ്റ്റാർ, അതും തമിഴിൽ നിന്നല്ല, ഇപ്പൊ ഓൾ ഓവർ ഇന്ത്യ അറിയും. അല്ല, അന്നും കഠിനാധ്വാനമുള്ള ആളാണെന്ന് നമുക്കറിയാം. അന്ന് അവിടെ ഒരു ഹൈദരാബാദിലൊരു ചെറിയ ഫംഗ്ഷൻ വന്നപ്പോൾ അപ്പോൾ ഭാഷ എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ട്. അപ്പോൾ ഭാഷ പ്രശ്നമാണ്. അന്ന് ഒരു മിമിക്രി, ഒരു തമാശ അവതരിപ്പിക്കണം, ഒരു മിമിക്രി കോമഡി എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഈ യന്ത്രമനുഷ്യനെ കാണിച്ചാലോ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ വിക്രം പറഞ്ഞു ഞാൻ കാണിക്കാം, ഞാൻ ചെയ്യാം, നീ എങ്ങനെ കണ്ടിട്ടുണ്ടോ? അല്ല നീ പറഞ്ഞു തന്നാൽ മതി, അല്ല ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ചാടി കയറി അന്ന് സിദ്ദിഖ് ലാലിൻ്റെ ലാല് ചെയ്തുകൊണ്ടിരുന്ന യന്ത്രമനുഷ്യൻ നമ്മൾ പറഞ്ഞു കൊടുത്ത് വിക്രം ചെയ്തു. അങ്ങനെ എന്തും ചെയ്യും അന്ത്രമാനാണ് പുള്ളി, എന്തിനും തയ്യാറാണ്. അന്നും ആ ഒരു ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ആത്മാർത്ഥത. പിന്നെ പുള്ളിയുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ആക്സിഡൻറ്റ് നടന്നത്. ഈ ആക്സിഡൻറ്റിൽ ഇവിടെയൊക്കെ തൊലിയൊക്കെ പോയപ്പോൾ ഈ ഇവിടുത്തെ ഈ തുടയിലെ തൊലി കംപ്ലീറ്റ് എടുത്തിട്ട് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് എടുത്തിട്ടാണ് ഇവിടെയൊക്കെ പിടിപ്പിച്ച് റെഡിയാക്കി. അതൊക്കെ ഒരു എന്നിട്ടും പുള്ളി മനസ്സും എടുത്തില്ല. വർഷങ്ങളോളം പുള്ളി വെയിറ്റ് ചെയ്തു, പിന്നെയും എക്സസൈസ് ചെയ്ത് രാവിലെ നമ്മളൊക്കെ കിടന്നുറങ്ങുമ്പോൾ പുള്ളി ഓടാൻ പോകും. അങ്ങനെയൊക്കെ അന്നും പുള്ളി വളരെ എന്താ പറയുക, കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ച് തന്നെയാണ്. ചില ആളുകൾ പറയുമല്ലോ, മദ്രാസിൽ തെണ്ടിത്തിരിഞ്ഞത് മാത്രമല്ലല്ലോ കഷ്ടപ്പാട്, നമ്മുടെ ബോഡിയെ ക്രമീകരിക്കാനും അതിനുവേണ്ടി ഭംഗിയാക്കി എടുക്കാനും കുറേ കഷ്ടപ്പാടുണ്ട്. ആളുകൾ പറയും ജിമ്മിൽ പോയാൽ ബോഡി ശരിയാവും. ജിമ്മിൽ പോയാലൊന്നും ശരിയാവില്ല, ജിമ്മിൽ പോയി കഷ്ടപ്പെടണം. അപ്പോൾ ചേട്ടൻ എങ്ങനെയാണ് ചേട്ടൻ്റെ ഈ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നത്, ചേട്ടൻ്റെ ബോഡി? ഞാൻ ഭക്ഷണം കുറച്ച് കഴിക്കും, അതുകൊണ്ട് ലാഭമുണ്ട്. അത്രയും ഭക്ഷണം ചിലവാകുള്ളൂ. ആവശ്യമില്ലാത്ത ഭക്ഷണം കഴിക്കില്ല, കുറച്ച് കഴിക്കുള്ളൂ. എന്താ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നാടൻ ഭക്ഷണങ്ങളൊക്കെ. അല്ല, ഈ മിമിക്രി, എസ്പെഷ്യലി മിമിക്രി ചെയ്യുന്ന ആളായതുകൊണ്ട് നമ്മുടെ ഈ സൗണ്ടിനെയൊക്കെ സംരക്ഷിക്കാനായിട്ട് ഈ പാട്ടുകാർ ചെയ്യുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഇന്ന ഭക്ഷണം കഴിക്കത്തില്ല, അല്ലെങ്കിൽ സാധകം, അതുപോലത്തെ പരിപാടികൾ വല്ലതും ഉണ്ടോ? അതൊന്നുമില്ല, സാധകമൊന്നും എന്താന്ന് പോലും അറിയില്ല. എന്താ സാധനം എന്നൊക്കെ, എന്താണ് ആ സാധനം എന്ന് പോലും അറിയില്ല. അങ്ങനെ പരിപാടിയൊന്നുമില്ല. ഇപ്പോഴത്തെ പുതിയ നമ്മുടെ കോമഡി എന്ന് പറയുന്ന ഒരു ലൈൻ, അത് ഇപ്പം ചേട്ടൻ എത്രയാ, 90-കൾ? ഞാനിപ്പോ വന്നിട്ട് ഒരു 34 വർഷത്തോളം, 35 വർഷം. അപ്പൊ ഇത്രയും വർഷത്തിന്റെ ഇടയിൽ ഈ കോമഡിക്ക് വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ചേഞ്ച് ആണ്. ഇപ്പോഴത്തെ സിനിമയിലത്തെ കോമഡി പോലെ ഒന്നും അല്ലായിരുന്നു പഴയ സിനിമയിലെ. അപ്പൊ ഇപ്പോഴത്തെ കോമഡിയെ പറ്റിയിട്ട് ചേട്ടൻ്റെ അഭിപ്രായം എന്താ? ഇപ്പോഴത്തെ കോമഡിയാണ് പഴയ കോമഡിയേക്കാളും കുറച്ചുകൂടി ലൈഫ്. കാരണം പഴയ കോമഡിക്ക് ലൈഫില്ല എന്നല്ല, പണ്ടത്തെ കോമഡികളും നമ്മൾ ഇപ്പോഴും പറഞ്ഞാൽ ചിരിക്കും. പണ്ട് തമാശകൾ ഇപ്പോൾ ഒന്ന് ഓർത്ത് പറയുകയാണെങ്കിൽ മിമിക്രിയിലെ തമാശ എന്ന് പറയാൻ പറ്റില്ല, അതൊക്കെ നല്ല നല്ല തമാശകളൊക്കെ തന്നെയാണ്. ഇപ്പോൾ സിദ്ദിഖ പറയുന്നുണ്ട് ഗൾഫുകാരനായിട്ട് വന്നിട്ട്, അപ്പം ലാലാണ് ചോദിക്കുന്നത്, എടോ നിന്നെ കാണാറ് നീ എവിടെ ആയിരുന്നോടാ നീ ചോദിക്കും ലാല്. ഞാൻ ഇവിടെ ഉണ്ടായില്ലല്ലോ. നീ എവിടെയായിരുന്നു? ഞാൻ ദുബായിലായിരുന്നു. മണത്തി നോക്കി ഒരു മണം മഞ്ഞില്ലേ, അതാണ് ദുബായ് മണം. ഇതെന്ത് പറ്റിയിടാന്ന് ചോദിക്കും, ഇതൊക്കെ കീറിപ്പോയി. അതിങ്ങനെ അടിക്കുന്ന ഒരു സാധനമില്ലേ, എന്താ സിഗരറ്റിൽ എന്താണെന്ന് ചോദിക്കും. എന്താന്ന് ചോദിച്ചേ, ഇങ്ങനെ അടിക്കുന്ന ഒരു സാധനമില്ലേ, എന്താ? പെർഫ്യൂമാണോ? പെർഫ്യൂമല്ല, പെർഫ്യൂമാണെന്ന് പറഞ്ഞ് അടിച്ചതാണ്. സിഗരറ്റ് ലാമ്പായിരുന്നു കരിഞ്ഞുപോയി. സിഗരറ്റ് ലാമ്പായിരുന്നു കരിഞ്ഞുപോയി. ഇങ്ങനെയുള്ള തമാശകളൊക്കെ. അതുപോലെ തന്നെ പിന്നെ ഒരു തമാശയുണ്ട്, നമ്മുടെ ഇവിടെ അവിടെയൊക്കെ ദുബായും അവിടെയൊക്കെ പ്രശ്നങ്ങൾ നടന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെയൊക്കെ ഒരു കുഴപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആളുകളൊന്നുമില്ല, പോലീസുകാർ ലാത്തി ചാർജ് ചെയ്യും. അവിടെ അങ്ങനെയല്ല, അവിടെ വന്നൊരു ബോംബ് അങ്ങോട്ട് എടുത്തിടും. ബോംബെന്ന് പറഞ്ഞാൽ അതെ ഇത്രയുണ്ട് ഒരെണ്ണമൊക്കെ ഒരാളുടെ തലയിൽ വീണാൽ മതി, പണി കഴിഞ്ഞു. ഇങ്ങനെ തമാശ, ഒരെണ്ണമൊക്കെ ഒരാളുടെ തലയിൽ വീണാൽ മതി, പണി കഴിഞ്ഞു. ഇങ്ങനെ അത്. പക്ഷെ ഇന്നും അത് ചിരിക്കും. അതിനകത്തുള്ള വിറ്റുകളാണ്. നിനക്ക് എന്തായാലും ജോലി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പെയിന്റിങ് ആ വിമാനത്തിന്റെ പെയിന്റിങ്, ഒരു വിമാനത്തിന്റെ പെയിന്റിങ് ഭയങ്കര ബുദ്ധിമുട്ട്. അതൊന്നുമില്ല, വളരെ ഈസിയാണ്.
വിമാനം അങ്ങ് പറപ്പിക്കും. മോളിൽ ചെല്ലുമ്പോൾ ഇത്ര ആവൂലേ, എന്നിട്ട് ബ്രഷ് എടുത്തൊരു തൂക്കലാണ്. Get set chat.